إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ആൽ ഇംറാൻ 64-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം. കുൽ നബിയെ താങ്കൾ പറയൂ, യാ അഹ്ലൽ കിതാബ്, ഹേ വേദക്കാരെ, തഅലൂ നിങ്ങൾ വരുവിൻ, ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനകും, ഇലാ കലിമത്തിൻ ഒരു വചനത്തിലേക്ക് വരൂ നിങ്ങൾ, സവാഇൻ ബൈനനാ വ ബൈനകും നമുക്കിടയിലും നിങ്ങൾക്കിടയിലും സമമായ ഒരു വചനത്തിലേക്ക് വരൂ. ഏതാണ് ആ വചനം? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല എന്നതിലേക്ക് വരൂ. വലാ നുശ്രിക ബിഹി ഷൈഅൻ, ആ അല്ലാഹുവിനോട് യാതൊന്നിനെയും പങ്കു ചേർക്കുകയില്ല എന്നതിലേക്കും വരൂ നിങ്ങൾ. വലാ യത്തഖിദ ബഅ്ദുനാ ബഅ്ദൻ അർബാബൻ മിൻ ദൂനില്ലാഹ്, വലാ യത്തഖിദു നാം ആക്കാനും പാടില്ല, വലാ യത്തഖിദ ഉണ്ടാക്കാൻ പാടില്ല, ബഅ്ദുനാ നമ്മളിൽ ചിലർ, ബഅ്ദൻ ചിലരെ, നമ്മളിൽ ചിലർ ചിലരെയാക്കാൻ പാടില്ല എന്നതിലേക്കും. അർബാബൻ മിൻ ദൂനില്ലാഹ്, അർബാബൻ റബ്ബുകളാക്കാൻ പാടില്ല, മിൻ ദൂനില്ലാഹ് അല്ലാഹുവിനെ കൂടാതെ, അല്ലാഹുവിന് പുറമെ റബ്ബുകളാക്കാൻ പാടില്ല. നമ്മിൽ നിന്നും ചിലർ റബ്ബുകളാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ യഹൂദ ക്രൈസ്തവർ അവരുടെ പാതിരി പുരോഹിതന്മാരെ റബ്ബുകളാക്കി വെച്ചിരുന്നു എന്നതിലേക്കുള്ള ഒരു സൂചനയാണ് നൽകുന്നത്. നോക്കൂ നിങ്ങൾ, ഒരു സ്വഹാബി, അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ക്രിസ്ത്യാനിയായിരുന്നു. അദ്ദേഹം അല്ലാഹുവിന്റെ റസൂലിനോട് കൃത്യമായ സംശയം ചോദിച്ചു. ഞങ്ങളുടെ പുരോഹിതന്മാരെ ഞങ്ങൾ റബ്ബുകളാക്കില്ലല്ലോ, റബ്ബുകളാക്കാറില്ല. അല്ലാഹുവിന്റെ റസൂലെ, എന്താണ് അല്ലാഹ് ഈ പറഞ്ഞതിന്റെ വ്യാഖ്യാനം എന്താണെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അവരൊരു കാര്യം നിങ്ങൾക്ക് ഹലാലാണെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ഹലാലാക്കാറില്ലേ? അവരൊരു കാര്യം ഹറാമാണെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഹറാമല്ലേ? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബാക്കി വെക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. നോക്കൂ നിങ്ങൾ, നമ്മുടെ ഇന്നത്തെ മുസ്ലിം സമൂഹത്തിലും ചില പുരോഹിതന്മാരും ചില ശൈഖുകളും തരീഖത്തിന്റെ ശൈഖുമാർ പലതും ഹലാലാക്കുന്നു, പലതും ഹറാമാക്കുന്നു. ജനങ്ങളത് ഭവ്യതയോടുകൂടി, അങ്ങേയറ്റത്തെ ബഹുമാനത്തോടുകൂടി, ഭയഭക്തിയോടുകൂടി അനുസരിക്കുകയും ചെയ്യുന്നു. അതൊക്കെ തികച്ചും വഴിപിഴവിലാണ് എന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ഫൈൻ തവല്ലോ, ഇനി തിരിഞ്ഞുകളയുകയാണെങ്കിൽ, അവർ തിരിഞ്ഞുകളയുകയാണെങ്കിൽ, ഫഖൂലു നബിയ, അവരോട് താങ്കൾ പറയൂ, ഇശ്വദൂ നിങ്ങൾ സാക്ഷ്യം വഹിക്കൂ, വഇന്നാ മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിമീങ്ങളാകുന്നു എന്ന് അവരോട് സാക്ഷ്യം വഹിക്കൂ എന്ന് പറയൂ റസൂലേ എന്ന് പറഞ്ഞുകൊണ്ട് അവരിൽ നിന്നും വിട്ടുനിൽക്കാനാണ് അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.